എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഷവോമിയുടെ പോക്കോ F1 എന്ന് പറയുന്ന ഫോണാണ്. കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ ഒരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു ഈ ഫോണിനെ കുറിച്ച്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുകയുണ്ടായി, നീ ആദ്യം ഫോൺ വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ താഴെ വന്ന് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മളിന്ന് ഷവോമിയുടെ പോക്കോ F1 റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ സ്പെഷ്യലി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അന്ന് കമൻറ്റ് ചെയ്ത കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഫോണിനെക്കുറിച്ച് ഇനി ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഈ വീഡിയോയുടെ പുറകെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവൻ കണ്ട് ഷവോമിയുടെ പോക്കോ F1 വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കാം. ഇങ്ങനെയൊരു ബോക്സിനുള്ളിലാണ് നമുക്ക് ഷവോമിയുടെ പോക്കോ ഫോൺ വരുന്നത്. ഫ്രണ്ടിൽ തന്നെ പോക്കോ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബോക്സിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളെല്ലാം തന്നെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യൻ ഫോണാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നത് 6GB 128GB വെർഷനാണ്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു എംഐയുടെ ലോഗോ കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 845 ആണ് വരുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ ക്യാമറയാണ്. അതുപോലെ തന്നെ 4000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് വില കാര്യങ്ങളും അതുപോലെ വേറെ കുറച്ച് സ്പെസിഫിക്കേഷനും താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിലുള്ളത് 6GB വെർഷനും അതുപോലെ തന്നെ 128GB ആയതുകൊണ്ട് 128GB 6GB വെർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 24,000 രൂപയോളം എടുത്ത് വരും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാതെ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ ഒരു ബോക്സിനുള്ള എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സ് വരുന്നത് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് തന്നെ ഒരു യെല്ലോ കളർ ബോക്സ് കാണാൻ സാധിക്കും. അതിനടിയിലായിട്ടാണ് നമ്മുടെ ഫോൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ എടുത്തതിന് ശേഷം പിന്നീട് ഈ ബോക്സിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. ബോക്സ് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് എടുക്കുകയാണ്. ബോക്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ചാർജറാണ്. നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നതിനുള്ളൊരു ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡാറ്റ കേബിളിന് താഴെയായിട്ടൊരു സിം ഇഞ്ചക്ടറും കൊടുത്തിട്ടുണ്ട് നമുക്ക് സിം ഇടുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് ഈ ഒരു യെല്ലോ കളർ ചെറിയ ബോക്സിൽ എന്താണുള്ളതെന്ന് നോക്കാം. ഈ ഒരു യെല്ലോ കളർ ബോക്സിലാണ് അവർ യൂസർ മാനുവലും അതുപോലെ തന്നെ ഒരു ഫോണിന് വേണ്ടിയുള്ള ഒരു ബാക്ക് കവറും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചീപ്പായൊരു കവറാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ കണ്ടതിൽ വെച്ച് 20,000 രൂപയ്ക്ക് വരുന്നൊരു ഫോണിന് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും മോശം കവറാണ്. പിന്നീട് ഇതിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ചാർജർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജറാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് വളരെ മികച്ചൊരു ഫാസ്റ്റ് ചാർജറായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം നോക്കാം. ഞാനിപ്പോൾ ഫോൺ ഇവിടെ ചെറിയൊരു കവറിൽ നിന്ന് എടുത്തു. നമുക്ക് ഫോണിൻ്റെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ പോക്കോയുടെ ഒരു ലോഗോ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ക്യാമറയും അതുപോലെ തന്നെ ഒരു LED ഫ്ലാഷ് ലൈറ്റും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് വോളിയം ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മുടെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ക്യാമറയും അതുപോലെ തന്നെ സെൻസറുകളും താഴെയായിട്ട് നമുക്ക് ചാർജ് ചെയ്യുന്നതിനുള്ള പോർട്ടും അതുപോലെ തന്നെ സ്പീക്കറും കാണാൻ സാധിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ സിം ഇഞ്ചക്ട് ചെയ്യുന്ന സ്ഥലം വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ഒന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ ബാക്കി പ്രത്യേകതകളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. അപ്പോൾ ഫോൺ ഓണായി വരുന്നതിന് വേണ്ടി 2-3 മിനിറ്റ് എടുക്കും. അപ്പോൾ ഫോൺ ഒന്ന് ഓണായി വന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫോൺ ഓണായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ് ഫോണിലുള്ളത്. നമുക്ക് നല്ല വ്യൂയിങ് ആംഗിളൊക്കെ ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് നോച്ച് കാണാനായിട്ട് സാധിക്കും. നോച്ചിന് ഇച്ചിരി വലിപ്പം കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ക്രീൻ അല്ലാതെ ബോഡി കാണാൻ പറ്റും. ചില ആംഗിളിൽ നോക്കുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് തോന്നുമോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. പിന്നീട് നമുക്കിതിലൊരു നല്ല കാര്യമായിട്ട് തോന്നിയത് സാധാരണ ഷവോമി ഫോണിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലോഞ്ചറും അതുപോലെ തന്നെ ഡ്രോയറും കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പിക്സലിൻ്റെ സ്റ്റൈലാണ് വരുന്നത്. സാധാരണ നമുക്ക് ഷവോമി ഫോണിൽ വരുന്ന ഒരു തീമും കാര്യങ്ങളെല്ലാം പോക്കോ F1 വന്നു കഴിഞ്ഞപ്പം എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും നമ്മുടെ ഉപയോഗത്തിൽ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഒറ്റ ഉപയോഗത്തിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയാണ്. പിന്നീട് നമ്മൾ സെറ്റിംഗ്സിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോൺ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു 6GB ആണ് റാം വരുന്നത്. അതുപോലെ തന്നെ 128 ആണ് ഇൻറ്റേർണൽ മെമ്മറി വരുന്നത്. അതുപോലെ തന്നെ MIUI വരുന്നത് 9.6 ആണ്. 10 ഉറപ്പായിട്ട് തന്നെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇതിൽ ഫുൾ ഒരു സ്പെഷ്യൽ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഐക്കണും അതുപോലെ തന്നെ ഓരോ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക്
സാധാരണ ഷവോമി ഫോണിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അത് ശരിക്കും ആരെ കണ്ടാലും ആകർഷിക്കുന്ന ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. പിന്നീട് നമ്മൾ ഫോണിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ സ്മൂത്താണ്. 6GB റാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫ്രീ ആയിട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്കിതിൻ്റെ നോക്കാനുള്ളത് ഇതിൻ്റെ ലോക്ക് കാര്യങ്ങളാണ്. അതായത് ഫിംഗർ പ്രിൻറ്റ് ലോക്കും അതുപോലെ തന്നെ ഫേസ് ലോക്കും എത്രത്തോളം മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഫേസ് ലോക്കും അതുപോലെ തന്നെ ഫിംഗർ ലോക്കും സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിപ്പം ഫേസ് ലോക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫിംഗർ ലോക്ക് കൂടി സെറ്റ് ചെയ്യുകയാണ്. ഇതിനുശേഷം ഇത് എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഫിംഗർ ലോക്ക് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിത് ഫിംഗർ ലോക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതായത് ടച്ച് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ലോക്ക് തുറന്നു വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ ഒരു ഫോണിലും ഉള്ളതിനേക്കാളും അല്ലെങ്കിൽ ആ എല്ലാ ഫോണിലും വരുന്ന രീതിക്ക് തന്നെ അതേ സ്പീഡിൽ തന്നെ ഇതിലും വരുന്നുണ്ട്. ഫേസ് ലോക്ക് ആണെങ്കിൽ അതിലും മികച്ച രീതി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഫേസ് ലോക്ക് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അൺലോക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലോക്കിൻ്റെ കാര്യം പക്കയാണ്. പിന്നീട് നോക്കാനുള്ളത് ക്യാമറയുടെ കാര്യമാണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വരുന്നത് നമുക്ക് 12+5 ഒരു ക്യാമറയും അതുപോലെ തന്നെ ഡ്യുവൽ LED ഫ്ലാഷുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 20 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. നമുക്കറിയാം ഷവോമിയുടെ എല്ലാ ഫോണിലും തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്യാമറ വരാറുണ്ട്. ഇതിലും വളരെ മികച്ച രീതിക്കുള്ളൊരു ക്യാമറ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് 20,000 രൂപയ്ക്കുള്ള ഏറ്റവും മികച്ച ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് ഷവോമിയുടെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ വിലയിരുത്താൻ സാധിക്കും. പിന്നീട് അത്യാവശ്യം എല്ലാ ഷവോമി ഫോണുകളിലുമുള്ള ആ ഒരു കാര്യങ്ങളും ആ ഒരു ഡിസൈനും കാര്യങ്ങളും ക്യാമറയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ എല്ലാ ഫോണിലും ഉള്ളതുപോലെ തന്നെ ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ ഫ്രണ്ട് ക്യാമറ നമ്മുടെ OnePlus 6 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനോട് കിടപിടിക്കുന്ന ഒരു ക്യാമറ തന്നെയായിട്ട് തോന്നി. അതായത് നല്ല രീതിക്ക് നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ക്യാമറ സാമ്പിളുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കാം. അതുപോലെ തന്നെ കൂടുതൽ സാമ്പിൾസ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ക്യാമറയിൽ നമുക്ക് ഒരുപാട് സെറ്റിങ്സുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് ആസ് യൂഷ്വൽ എല്ലാ ഷവോമി ഫോണുകളുള്ളതുപോലെ തന്നെയാണ്. ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഫോണായിട്ട് തന്നെ തോന്നി. അതായത് 20,000 രൂപയുടെ ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയാണ് പോക്കോ ഫോൺ എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. ഒരുപാട് എഫക്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് രീതിക്ക് നമുക്ക് ഫോട്ടോ പല മോഡുകളിലും എടുക്കുന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഈ ഒരു ഫോണിൽ കാണാനായിട്ട് സാധിച്ചു. അപ്പം ക്യാമറയും ലോക്കും എല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ പ്രോസസ്സറൊക്കെ ഈ ഒരു ഫോണിൻ്റെ മികച്ചത് തന്നെയാണ്. അതായത് ഈ ഒരു റേഞ്ചിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഫോണാണ്. കുറച്ച് ഡ്രോബാക്കുകളുണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിരിക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നോക്കാനുള്ള നമുക്കിതിൻ്റെ ഗെയിമിങ് കാര്യങ്ങളും മറ്റുമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഉപയോഗത്തിൽ വളരെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ മികച്ചൊരു ഡിസൈനാണ്, ക്യാമറയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 20,000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നൊരു ഫോണാണ് പോക്കോ F1 എന്ന് പറയുന്നത്. ഇനിവേ നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.